ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ 2 ദിവസം മുന്നേ +2 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ല, ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 95%, പിന്നെ ടോട്ടൽ സ്കോർ 1146. അപ്പോൾ കുഴപ്പമില്ലാതെ നല്ല സ്കോർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസൾട്ട് ലൈവ് റിയാക്ഷനായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ 2-3 കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താ, ഇനി അടുത്തെന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ മുന്നേയുള്ള ഷോർട്സ് വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അറിയാത്തവർക്കായിട്ട്, അപ്പം ഏതായാലും +2 കഴിഞ്ഞ് കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ കിട്ടി. ഇനി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് നീറ്റ്. അപ്പോൾ ഞാൻ ഇതുവരെ 12th കഴിഞ്ഞിട്ട് മീൻസ് നമ്മൾ ഫസ്റ്റ് ചാൻസ് ആരും നീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെയ്യാൻ പോകണം, അത് റിപ്പീറ്റാണ്. റിസൾട്ടൊക്കെ വരുന്ന മുന്നേ തന്നെ ഞാൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചായ ധീര ബാച്ചിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓഫ്ലൈൻ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ആകുമ്പം ഞാൻ കൂടുതലും ഈ വീടുമായി അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം പെട്ടെന്ന് വെച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോയി അവിടെ നമ്മളെ മീൻസ് ഫാമിലി മെമ്പേഴ്സിനെ കാണാനില്ല. പിന്നെ ഇപ്പം നമുക്ക് മെയിൻ പ്രശ്നം വെച്ചാൽ കുറേ ഡിസ്ട്രാക്ഷൻസ്, ഫോണ്, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പെട്ടെന്ന് ഒരിക്കൽ പോയിട്ട് ഹോസ്റ്റലിൽ മീൻസ് ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറുമായിട്ട് ആവാൻ മീൻസ് അതിൽ ഏർപ്പെടാൻ എനിക്ക് തീരെ അതായത് റെഡിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അങ്ങനെ ആകുമ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആവും, നമ്മൾ ആരും കാണാനില്ല, ഡെയിലി എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ആ ഒരു ഫീൽ വരുമ്പോൾ കുറച്ചൊന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ വല്ലായ്മ തോന്നിയോണ്ടാണ് ഞാൻ ഓൺലൈൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാകുമ്പം ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 നേരമായിട്ടാണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽസ് ക്ലാസ്സസ് ആയിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടങ്ങിയിട്ട് ഏകദേശം 2 വീക്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഇനി റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നത് June 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ബാച്ചിൽ ലൈവ് ക്ലാസ് നടക്കുമ്പോൾ അപ്പോൾ തന്നെ കുറേ പേര് ഡൗട്ടായിട്ട് വരാറുണ്ട്. അതായത് നമ്മളിപ്പം ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്ത് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, നല്ല കോളേജിലൊക്കെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളോട് ടീച്ചേഴ്സ് മെയിൻലി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ തന്നെ നമ്മൾ അതായത് നമുക്ക് മീൻസ് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മളിരുന്നിപ്പം ഓൺലൈനായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ്, അതേപോലെ നമ്മൾ ഓവർ ഡിസ്ട്രാക്ഷനിൽ ഏർപ്പെടാതെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല രീതിക്ക് പഠിക്കുന്ന ഷുവർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ തന്നെ എന്ന് പറയും. ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അവിടെ ഇരുത്തി പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരിക്കില്ല. അത് നമ്മളൊരു എന്താ പറയുക നമ്മൾ എത്രത്തോളം സത്യസന്ധമായി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ് നല്ല വേർത്ത് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ക്ലാസ്സൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഓഫ്ലൈൻ എന്താ പഠിക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു നിലപാട് ഇതാണ്. എനിക്ക് കൂടുതൽ കംഫർട്ടായി പഠിക്കാൻ പറ്റുന്നത് ഓൺലൈൻ തന്നെ. അപ്പോൾ കുറച്ച് പേര് ഈ ഒരു ബാച്ചിന് ഫീസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 24,000 ആയിട്ടുണ്ടായിരുന്നത്. അപ്പം കോഴ്സും പിന്നെ അതുപോലെ മെറ്റീരിയൽസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ കോസ്റ്റാണ് 24K വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ലൈവ് സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ 10 മണിക്കും പിന്നെ 2 മണിക്കുമായിരുന്നു. അപ്പം ഏകദേശം 1.5 മണിക്കൂർ ക്ലാസ് ഇതുവരെ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ദിവസം 4 ക്ലാസ് ആയിരിക്കും, ഏകദേശം 8 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതിനനുസരിച്ച് 1.5 മണിക്കൂറൊന്നുമില്ല, എന്തായാലും ഓരോ സബ്ജക്റ്റ് 2 മണിക്കൂർ വെച്ച് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ ക്ലാസ് കെമിസ്ട്രി ആയിരുന്നു. അപ്പം ഇന്നലെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഫണ്ടമെൻ്റൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 സെക്ഷനായിരുന്നു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫണ്ടമെൻ്റൽസ് എന്ന് വെച്ചിരിക്കുമ്പോൾ ആദ്യം അതെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് ആയി കിട്ടുന്നത്. കാരണം ഓർഗാനിക്കും അതേപോലത്തെ ആവശ്യമുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഫണ്ടമെൻ്റൽസ് തരുമ്പം കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചിട്ട് പിന്നെ ചാപ്റ്ററിലോട്ട് പോകുമ്പം കുറച്ചുകൂടെ കൺസെപ്റ്റൊക്കെ ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ. പിന്നെ ഉച്ചക്കത്തെ സെക്ഷന് 2 മണിക്കുള്ളത് സുവോളജി ആയിരുന്നു. അപ്പം അത് +1 ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ സംഭവങ്ങളായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനായിരുന്നു വെച്ചാൽ നമുക്ക് കെമിസ്ട്രീൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. ആ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽസ് 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും 118 എലമെൻറ്റ്സ് എന്തായാലും ഈ ഒരു വർഷം കൊണ്ട് എന്തായാലും അത് പഠിച്ച് കഴിയും. അപ്പം ഇപ്പോൾ 2 ക്ലാസ്സായിട്ട് കുറച്ച് എലമെൻറ്റ്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതായാലും ഞാൻ നമ്മുടെ ക്ലാസ് നോട്ടിലോട്ട് കുറച്ച് വൃത്തിയായി മേനെ ഇരുന്നോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ടേബിളൊക്കെ വരച്ച് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിവിടെ കാണിക്കുന്ന നീറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ ഒരു ബോക്സ് കുറച്ച് ദിവസമായി വന്നിട്ട് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് വിത്തിൻ 2-3 ഡേയ്സിൽ ഡെലിവറി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്കിത് മീൻസ് ഇന്ന സ്ഥലം എന്നനുസരിച്ച് ചിലപ്പം ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് എടുത്ത് പൊന്തിക്കാൻ തന്നെ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഇതിൽ വരുന്നത് കെമിസ്ട്രി ഫിസിക്സ് പാർട്ട് A പാർട്ട് B ആയിട്ട് അതിന് ഫുൾ കണ്ട് ഇൻക്ലൂഡ് ആവുന്ന എന്താ പറയുക ഇതിൽ സിലബസിൽ വരുന്ന പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന മീൻസ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. പിന്നെ ബയോളജിയിൽ ബോട്ടണി സുവോളജി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതേപോലെ ഫുൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വലിയ
ബുക്സ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിന് സൊല്യൂഷൻ ബുക്സും വരുന്നുണ്ട്. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ 3 സബ്ജക്റ്റിനും സൊല്യൂഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് ബുക്കിലായിരിക്കും ആൻഡ് സൊല്യൂഷൻസൊക്കെ സെക്കൻഡ് ബുക്കിൽ വരുന്നുണ്ട്. അങ്ങനെ മീൻസ് സെറ്റായിട്ടാണ് ഇവർ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വരുന്നത്. ഇനി ഈ ഒരു സംഭവം മൈൻഡ് മാപ്സ് അത് സൈലത്തിന് മാത്രം പ്രത്യേകതയാണ്. എനിക്കിത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ദിവസം മുന്നേ ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, വലിയ ബുക്ക്. അപ്പം +1 +2 സെപ്പറേറ്റഡ് 2 ബുക്സാണ്. അപ്പം ഒരു ബുക്കിൽ തന്നെ മീൻസ് നമ്മുടെ ഇപ്പോൾ +1ൻ്റെ ബുക്ക് എടുക്കുമ്പം അതിൽ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാൽ ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റിവിഷൻ ടൈമിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാകുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ 3 സബ്ജക്റ്റിന് PYQ ബുക്സ് കൂടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ 1 ഇയർ നീറ്റ് പഠിക്കാനായിട്ട് ഇത്രയും ബുക്സ് വരുന്നത്. അപ്പം വേറെ മെറ്റീരിയൽസ് ഒന്നും അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ ഞാൻ ബുക്സ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. കാരണം ഫണ്ടമെൻറ്റൽസിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമില്ല, അവിടെ തരുന്ന സ്ലൈഡ്സിന് മതിയാകും. അപ്പോൾ എന്തായാലും ഇനി റെഗുലർ ക്ലാസ് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ആരെങ്കിലും നീറ്റ് ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മുതൽ ഞാൻ നീറ്റ് സ്റ്റഡി വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടെ പറയണേ. പിന്നെ ഇവിടെ നിന്ന് രാവിലെ തുടങ്ങിയ മഴയായിരുന്നു, ഇടയ്ക്കിടയ്ക്കായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.